എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശർക്കര ചേർത്തുണ്ടാക്കുന്ന വട്ടയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മിനിമം 4 മണിക്കൂറെങ്കിലും ഇതുപോലെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി കുതിരാൻ വേണ്ടി വെക്കണം. 8 മണിക്കൂർ വരെ കുതിർക്കുന്നതിന് കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി റൈസാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് കുറച്ച് അരി എടുത്ത് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. 1 ഗ്ലാസ് അരിയെ ഇവിടെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ മിക്സിയുടെ ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ അരി അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അരി അരച്ചതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്താൽ നല്ല സോഫ്റ്റ് വട്ടയപ്പം കിട്ടും. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ അരി അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വളരെ കുറച്ച് അളവുള്ളതുകൊണ്ട് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം നോക്കി എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതിയും പാത്രത്തിൽ പറ്റി പോകും. അരി അരച്ചത് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാകം മനസ്സിലാകും. ഇനി ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. നേരത്തെ മിക്സിയിൽ അരച്ച മാവിൻ്റെ കുറച്ച് ബാക്കി മിക്സിയിൽ തന്നെയുണ്ട്, അത് മാറ്റുന്നില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കുറുക്കി വെച്ചിരിക്കുന്ന അരിമാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയമാകുമ്പോഴേക്ക് ഇതൊന്ന് തണുത്ത് വരും. ഇതിലേക്ക് ചിരകിയെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അരയ്ക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത ശർക്കരയാണ്. ഉരുക്കിയ ശർക്കര 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് അരിച്ചതിന് ശേഷം ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. മാവ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പത്തിന് അരയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ കുറുകിയിട്ടാണ് വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നത്. അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു നുള്ള ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരുന്ന സമയത്തൊരു പുളിരുചി വരും. ഈ കൂട്ടിന് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കൈകൊണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇളകി വന്നോന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വേണം ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. രാവിലെ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ രാവിലെ 9 മണിക്ക് അരച്ചു വെച്ചതാണ്. വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ വട്ടയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് 2 ഏലക്ക നന്നായിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആ പൊങ്ങി വരുന്ന സ്റ്റേജിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് കൂട്ട് മിക്സ് ചെയ്ത് കൊടുത്ത സമയത്ത് തന്നെ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതുകൊണ്ട് പിന്നീട് അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു അപ്പച്ചമ്പിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ തട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പാത്രത്തിലെ മാവ് ഇറക്കി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ വട്ടയപ്പം ഒരു 15 മിനിറ്റ് കൊണ്ട് റെഡിയായി. ഒരു 15-20 മിനിറ്റിൽ കൂടുതൽ ഇതുപോലെ വട്ടയപ്പം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമയം ആവശ്യമില്ല. വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷാർപ്പായിട്ടുള്ള കത്തിയോ എന്തെങ്കിലും വെച്ചതൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഈ വട്ടയപ്പം വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. വട്ടയപ്പം കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി മുറിച്ചെടുക്കാം. ഇന്നത്തെ ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.